നമസ്കാരം, ഫുക്രിയിലേക്ക് സ്വാഗതം. ലോകകപ്പിൻ്റെ ഫൈനലിൽ എന്തുകൊണ്ട് ലൗതാരോ മാർട്ടിനസിനെ ഉപയോഗിച്ചില്ല സ്കാലോണി? ലൗതാരോ മാർട്ടിനസിനെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് പോലും, പകരക്കാരനായിട്ട് പോലും സ്കാലോണി ഉപയോഗിച്ചിരുന്നില്ല. എന്തുകൊണ്ട് എന്നൊരു വലിയ ചോദ്യം ആരാധകർക്കിടയിൽ വലിയ സ്കാലോണിയെ ചീത്ത വിളിക്കുന്ന നിലയിലേക്ക് വളർന്നിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് ലൗതാരോ മാർട്ടിനസിനെ ഇറക്കാതിരുന്നത് എന്നതിന് വളരെ വ്യക്തമായ ചില കാരണങ്ങളുണ്ട്. ഒന്നാമത്, സ്കാലോണിക്ക് എൻസോ ഫെർണാണ്ടസിന് റെഡ് കാർഡ് കിട്ടിയതോടുകൂടി തന്നെ സ്കാലോണിക്ക് 10 പേരിലേക്ക് ചുരുങ്ങിയ അർജൻറ്റീനയെ വിഭാവനം ചെയ്യേണ്ടി വന്നു. അതൊന്ന്. അങ്ങനെ വന്നപ്പോൾ നേരത്തെ തന്നെ പ്രതിരോധത്തിന് ഊന്നൽ നൽകിക്കൊണ്ടാണ് അദ്ദേഹം ടീമിനെ ഒരുക്കിയിരുന്നത്. വീണ്ടും എൻസോ ഫെർണാണ്ടസിന് ചുവപ്പ് കാർഡ് കൂടി കിട്ടിയതോടുകൂടി അദ്ദേഹത്തിന് ആ നിലയിലേക്ക് മാറേണ്ടി വന്നു. അതിന് പ്രത്യേകിച്ച് കാരണം 10 ആളായതോടുകൂടി അറ്റാക്കിംഗ് ആയിട്ടുള്ള നിലയിലേക്ക് വീണ്ടും പോവുക വയ്യ. കാരണം 90 മിനിറ്റ് കഴിഞ്ഞ് സ്റ്റോപ്പേജ് ടൈമിലാണ്, ഇഞ്ചുറി ടൈമിലാണ് എൻസോ ഫെർണാണ്ടസിന് ചുവപ്പ് കാർഡ് കിട്ടുന്നത്. ആ ഘട്ടത്തിൽ ഇരു ടീമുകളും ഗോളൊന്നും അടിച്ചിട്ടില്ല. അപ്പോൾ അടുത്ത 1/2 മണിക്കൂർ കൂടി അതിജീവിച്ച് പെനാൾട്ടി ഷൂട്ടൗട്ടിലേക്ക് പോകുന്നതിനെ കുറിച്ചാണ് സ്കാലോണി ചിന്തിച്ചിരുന്നത്. കാരണം പെനാൾട്ടി ഷൂട്ടൗട്ടിൽ എത്തിയാൽ എമിലിയാനോ മാർട്ടിനസ് എന്ന തകർപ്പൻ ഗോളി അർജന്റീനയെ രക്ഷിക്കും, അങ്ങനെ ലോക കിരീടം നേടാം എന്ന് തന്നെ ആയിരിക്കണം സ്കാലോണി ചിന്തിച്ചിരുന്നത്. അതുകൊണ്ടാണ് എൻസോ ഫെർണാണ്ടസിന് ചുവപ്പ് കാർഡ് കിട്ടിയ ഉടനെ തന്നെ കൂടുതൽ പ്രതിരോധത്തിൽ അദ്ദേഹം ഊന്നിയത്. അദ്ദേഹം ആദ്യം തന്നെ നിശ്ചിത സമയത്ത് തന്നെ പ്രതിരോധത്തിൽ ഊന്നിയ ഒരു കളിയാണ് കളിച്ചിരുന്നത്. അപ്പോൾ അത്തരം പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ പരിക്ക്, റോഡ്രിഗോ ഡി പോളിന് പറ്റിയ പരിക്ക്, അപ്പോൾ ഡി പോളിന് പറ്റിയ മറ്റൊരാളെ ഇറക്കേണ്ടി വന്നു. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ടായി. ഒന്നാമത്തെ കാര്യം ടാക്ടിക്കൽ പ്രിഫറൻസ് ആണ്. അതായത് തന്ത്രങ്ങൾ ഡിഫെൻസീവായിട്ടാണ് സ്കാലോണി ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. വിത്ത് സ്പെയിൻ ഡിക്റ്റേറ്റിംഗ് ദ ടെമ്പോ, സ്കാലോണി ഡിസൈഡഡ് അഗെയിൻസ്റ്റ് ഡിപ്ലോയിങ് 3 പ്യുവർ സ്ട്രൈക്കേഴ്സ് ആൻഡ് ഓപ്റ്റഡ് ടു സ്റ്റിക്ക് വിത്ത് ഹൂലിയൻ അൽവാരസ് ആൻഡ് ലിയോണൽ മെസ്സി ഇൻ ദ അറ്റാക്ക്. അപ്പോൾ തുടക്കത്തിൽ സ്പെയിനായിരുന്നു മൊത്തം കളിയിൽ മേധാവിത്വം. ആ ഘട്ടത്തിൽ ഇനി ലൗതാരോ മാർട്ടിനസിനെ കൂടി ഇറക്കി 3 ഫോർവേഡുകൾ വെച്ച് അറ്റാക്കിങ്ങിനെ കുറിച്ച് സ്കാലോണി ചിന്തിച്ചതേയില്ല. മെസ്സിയിലേക്കും ഹൂലിയൻ അൽവാരസിലേക്കും അദ്ദേഹം ഒതുങ്ങിപ്പോയി. മറ്റൊന്ന്, ഫോഴ്സ്ഡ് ഡിഫെൻസീവ് സബ്സ് ആണ്. അതായത് അർജന്റീന വാസ് ഫോഴ്സ്ഡ് ടു മേക്ക് 3 സബ്സ്റ്റിറ്റ്യൂഷൻസ് ഡ്യൂ ടു ഇഞ്ചുറീസ് ടു സെൻറ്റർ ബാക്സ് ലിസാൻഡ്രോ മാർട്ടിനസ്, ക്രിസ്ത്യൻ റൊമേറോ ആസ് വെൽ ആസ് ആൻ ഇഞ്ചുറി ടു റോഡ്രിഗോ ഡി പോൾ. ഇത് സംഭവിച്ചതാണ്, നമ്മൾ കണ്ടതാണ്. ലിസാൻഡ്രോ മാർട്ടിനസ് ഏതാണ്ട് 52-53 മിനിറ്റ് ആയപ്പോൾ പരിക്കേറ്റ് പോകേണ്ടി വന്നു. പകരം അദ്ദേഹത്തിൻ്റെ ഡിഫെൻസീവ് സെക്ടറിലേക്ക് തന്നെ ഒരാളെ കൊണ്ടുവരേണ്ടി വന്നു. ഒപ്പം തന്നെ മറ്റൊരു ഡിഫൻഡറായിട്ടുള്ള ക്രിസ്ത്യൻ റൊമാറോയെ പരിക്ക് കാരണം പുറത്തു പോകേണ്ടി വന്നപ്പോൾ അതിന് പകരവും ഡിഫൻസിൽ തന്നെ ഒരാളെ കൊണ്ടുവരേണ്ടി വന്നു. മൂന്നാമത് ഡി പോളായിരുന്നു. ഡി പോളിനും പരിക്ക് പറ്റിയപ്പോൾ അതിന് ചേർന്ന ഒരാളെ തന്നെ അദ്ദേഹത്തിന് കൊണ്ടുവരേണ്ടി വന്നു. ഇതിനൊക്കെ ശേഷമാണ് സ്റ്റോപ്പേജ് ടൈമിൽ എൻസോ ഫെർണാണ്ടസിന് ചുവപ്പ് കാർഡ് കിട്ടുന്നത്. എൻസോ ഫെർണാണ്ടസ് വാസ് സെൻഡ് ഓഫ് ഇൻ സ്റ്റോപ്പേജ് ടൈം, ഫോഴ്സിംഗ് സ്കാലോണി ടു സാക്രിഫൈസ് അറ്റാക്കർ ഹൂലിയൻ അൽവാരസ് ടു ബ്രിങ് ഓൺ ഡിഫൻഡർ മാർക്കോ സെനസി ടു മെയിൻറ്റെയിൻ ഡിഫൻസീവ് ഷേപ്പ്. എൻസോ ഫെർണാണ്ടസിന് ചുവപ്പ് കാർഡ് കണ്ട് പുറത്തു വേണ്ടി വന്നപ്പോൾ 10 പേരിലേക്ക് ചുരുങ്ങിയപ്പോൾ സ്കാലോണിക്ക് വേറെ നിവൃത്തിയില്ലാതായി. ഹൂലിയൻ അൽവാരസിനെ മാറ്റി പകരം, അതായത് ആക്രമണ നിരയിൽ നിന്നുള്ള ഒരു സ്ട്രൈക്കറെ മാറ്റി എൻസോ ഫെർണാണ്ടസിന് പകരം മാർക്കോ സെനസി എന്ന് പറയുന്ന ഒരു ഡിഫൻസീവ് പ്ലെയറെ കൊണ്ടുവരേണ്ടി വന്നു. അത് ഒരു യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ അപ്പോഴേക്കും സബ്സ്റ്റിറ്റ്യൂഷൻ, നേരത്തെ തന്നെ കളിയിലെ ആ പരിക്ക് കാരണം ലിസാൻഡ്രോ മാർട്ടിനസും റൊമേറോയും ഡി പോളിനെയും മാറ്റേണ്ടി വന്നപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ വേണ്ടി വന്നു. ആകെ ഉള്ളത് 6 സബ്സ്റ്റിറ്റ്യൂഷനാണ്. പിന്നെ എൻസോ ഫെർണാണ്ടസിനെ മാറ്റിയപ്പോൾ അവിടെയും ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ വേണ്ടി വന്നു. അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ അദ്ദേഹം എൻസോ ഫെർണാണ്ടസിന് ചുവപ്പ് കാർഡ് കിട്ടിയപ്പോൾ അവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താൻ നിർബന്ധിതനായി സ്കാലോണി. അങ്ങനെയാണ് സെനോസിയെ അവിടെ കൊണ്ടുവരികയും ഹൂലിയൻ അൽവാരസിന് പിൻവലിക്കുകയും വേണ്ടി വന്നത്. ബിക്കോസ് അർജന്റീന ഹാഡ് ആൾറെഡി യൂട്ടിലൈസ്ഡ് 6 സബ്സ്റ്റിറ്റ്യൂഷൻസ്. അതാണ്. അപ്പോഴേക്ക് തന്നെ അവിചാരിതമായി 6 സബ്സ്റ്റിറ്റ്യൂഷൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. വിത്ത് ദ ഫൈനൽ വൺ യൂസ്ഡ് സ്ട്രിക്ട്ലി ഫോർ ഡിഫൻസീവ് കവർ ഇൻ എക്സ്ട്രാ ടൈം. അതാണ് സത്യം. എൻസോ ഫെർണാണ്ടസ് പുറത്തു പോയതോടുകൂടി നിർബന്ധിതനായി 6ാമത്തെ സബ്സ്റ്റിറ്റ്യൂഷൻ കൂടി ഡിഫൻസീവ് കവർ ഇൻ എക്സ്ട്രാ ടൈം. ഈ എൻസോ ഫെർണാണ്ടസിന് പകരം പ്രതിരോധത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടി സെനസി കൊണ്ടുവരേണ്ടി വന്നപ്പോൾ ലൗതാരോ മാർട്ടിനസിന് ബെഞ്ചിൽ തന്നെ തുടരേണ്ടി വന്നു. ഇതാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ട് ലൗതാരോ മാർട്ടിനസിനെ ഇറക്കിയില്ല, അതുവഴി ഗോള് അടിക്കാൻ നോക്കിയില്ല അർജന്റീന എന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം
ടാക്റ്റിക്കൽ ആൻസർ, അതായത് പിന്നെ ഇതിൻ്റെ ഒരു ടാക്റ്റിക്കലായിട്ടുള്ള ഉത്തരം അതാണ് യാഥാർത്ഥ്യം. സ്കലോണി അതല്ലാതെ മറ്റൊരു കാരണവും ലൗതാരോയെ ഇറക്കാത്തതിനില്ല. യഥാർത്ഥത്തിൽ സ്കലോണിക്ക് ആദ്യം തന്നെ പിഴച്ചിരുന്നു. ഈ ഡിഫൻസീവ് തന്ത്രം പുലർത്തിയത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ വന്നത്. അത് ആദ്യം മുതലേ അദ്ദേഹം ഡിഫൻസീവ് തന്ത്രമാണ് ഉപയോഗിച്ചത്. പിന്നീട് സ്കലോണിക്ക് അതിൽ നിന്നൊരു തിരിച്ചുപോക്ക് സാധാരണഗതിയിൽ മറ്റു കളിയിലൊക്കെ ഉണ്ടായിരുന്നു. ലൗതാരോ മാർട്ടിനസിനെ 80 മിനിറ്റിന് ശേഷം ഇറക്കി ആക്രമണം ശക്തിപ്പെടുത്തുമായിരുന്നു. പക്ഷേ ഇവിടെ എൻസോ ഫെർണാണ്ടസിന് ചുവപ്പ് കാർഡ് കിട്ടിയത് അവിചാരിതമായിരുന്നു. 3 കളിക്കാർക്ക് പരിക്ക് വന്നത് അവിചാരിതമായിരുന്നു. ഇതോടുകൂടി സ്കലോണിക്ക് ലൗതാരോ മാർട്ടിനസിനെ ഇറക്കാൻ പറ്റാതായി, നിർബന്ധിതനായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും അത് അർജന്റീനയുടെ ലോകകപ്പ് നേടാനുള്ള സാധ്യതകളെ ഇല്ലാതാക്കി. ലോക കിരീടം ഒരുപക്ഷെ ലൗതാരോ മാർട്ടിനസിന് ഇറങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ഈ സംഭവ വികാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ ലൗതാരോ മാർട്ടിനസ് ഇറങ്ങുകയും സ്പെയിനെതിരെ ഗോളടിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷേ അത് നടന്നില്ല. സ്പെയിൻ ലോക കിരീടം നേടി. എക്സ്ട്രാ ടൈമിൻ്റെ 16-ാമത്തെ മിനിറ്റിൽ, മൊത്തം കളിയുടെ 106-ാമത്തെ മിനിറ്റിൽ ഫെറാൻ ടോറസ് ഗോളടിച്ച് അവർക്ക് ലോക കിരീടം നേടിക്കൊടുത്തു. അർജന്റീന എൻസോ ഫെർണാണ്ടസിൻ്റെ ചുവപ്പ് കാർഡ് കണ്ട് പുറത്താകലിലൂടെ നിർബന്ധിതരായി പ്രതിരോധത്തിലേക്ക് ഊന്നാൻ ലൗതാരോ മാർട്ടിനസിന് അവസരം ലഭിക്കാതെയുമായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം.